ഉണ്ടാക്കി തീർന്നപ്പോൾ തന്നെ എൻ്റെ ഹൃദയം കീഴടക്കിയ ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ വേണ്ടത് നമുക്കൊരു സ്പൂണാണ്. നമ്മൾ ഈ ഷേക്കും അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സ്പൂണില്ലേ അത് മതി. ഐസ്ക്രീമിൻ്റെ സ്പൂണാണെന്നുണ്ടെങ്കിൽ ആളുടെ വലുപ്പം ഇത്തിരി കുറയും, അത്രേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ടത് കണ്ണ് വരയ്ക്കുക, ചുണ്ട് വരയ്ക്കുക, ഒരു ഇത്ര ബ്ലഷ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ഓപ്ഷണലാണ്. നമ്മളുടെ അവൈലബിലിറ്റിക്കും നമ്മളുടെ ആസ്വാദനവും ക്രിയേറ്റിവിറ്റിയും ആ വക സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കൈ കാണിക്കാനായിട്ട് ഒരു ചെറിയ പീസ് ലേസ് എടുത്ത് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ വള്ളി വെച്ച് കൊടുക്കില്ലേ, അതിന് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ അത്. പിന്നെ നീളത്തിലൊരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ഒരു 1 ഇഞ്ച് വീതി അത്ര മതി. അത് നമ്മുടെ നെഞ്ചിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ കവർ ചെയ്യണ വിധത്തിൽ ഒരു ഉടുപ്പിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി വേണ്ടത് എനിക്കൊരു പാവാടയാണ്. പാവാട എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വീരിഞ്ഞിരിക്കുന്ന ടൈപ്പ് പാവാട വേണം. സോ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഒരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ട് മടക്കി അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് എടുത്തിട്ട് ചുറ്റിച്ചിങ്ങനെ എടുത്തു. എന്നിട്ട് അത് ടൈ ചെയ്ത് കൊടുത്തു, ഉള്ളിൽ കൂടി കയറ്റി അവിടെ ഗ്ലൂ കൂടി ചെയ്തപ്പോൾ നല്ല നാദ്ര പാവാട കിട്ടിയിട്ടോ. പിന്നെ ഷൂ വരച്ചത് ഞാൻ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. മുടിയായിട്ട് നമുക്ക് വൂളൻ ത്രെഡോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ നൈലോൺ ത്രെഡാണ്, പിങ്ക് കളറിൽ. സോ അതേ പിങ്ക് കളറിൽ വരുന്ന സ്കെച്ച് എടുത്തിട്ട് ഞാൻ മുടി പോലെ സ്പൂണിലും വരച്ചു കൊടുത്തു. ഈ മുടി മെടയാനായിട്ട് നടുക്കിലൊരു കെട്ടിട്ട് ഒരു 6 ത്രെഡ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നമ്മൾ സാധാരണ പോലെ പിന്നിട്ട് കൊടുക്കുക. എൻ്റെ സ്പൂണിൻ്റെ ബാക്കിൽ എവിടെ കൊണ്ടാണ് മുടി വരണേന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഗ്ലൂവും ചെയ്ത് കൊടുക്കുക. ഇതാണ് മോനെ എനിക്ക് കിട്ടിയ റിസൾട്ട്. കിടിലെ ലുക്കായിരുന്നു. ആ പാവാട മേപ്പോട്ടും താഴത്തോട്ടൊന്നും നമ്മൾ പയ്യെ വിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിരിഞ്ഞിരിക്കുന്ന സെറ്റപ്പ് പാവാട കിട്ടും കേട്ടോ. പിന്നെ കുറേ നേരം എൻ്റെ കയ്യിൽ നിന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറച്ച് അൽക്കുലത്തെ പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം.